രാവിലെ അൽത്താരയിൽ നിൽക്കുമ്പോൾ അകത്ത് ഒരു ശബ്ദം കേട്ടു. ആരോ സംസാരിക്കുകയാണ്. അച്ഛനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടൊരു കാഴ്ച, മെഴുകും തിരിയും കൂടെ സംസാരിക്കുകയാണ്. എന്താണ് മെഴുകും തിരിയും കൂടെ സംസാരിക്കുന്നത്? തിരി മെഴുകിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ ഉരുകിക്കൊണ്ടേയിരിക്കുന്നത്? അപ്പോൾ മെഴുകു പറഞ്ഞു, നീ കത്തുന്നിടത്തോളം കാലം എങ്ങനെയാണ് ഞാൻ ഉരുകാതെ ഇരിക്കുന്നത്? ജീവിത വഴിയാത്രയിൽ ദൈവം തമ്പുരാൻ ചിലപ്പോഴൊക്കെ നമ്മളോട് സംസാരിക്കും. ആ സംസാരം നാം കേട്ട് നമ്മുടെ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കി ഉരുകാൻ മനസ്സ് വെച്ചാൽ അതിൻ്റെ കത്തൽ എത്ര മനോഹരമാണ്. വചനം ഇങ്ങനെ പറയുന്നു, പത്രോസിനെ കർത്താവ് ഒന്ന് നോക്കി. കർത്താവിനെ നോട്ടം പത്രോസെ കണ്ടപ്പോൾ അവൻ അതിദുഃഖത്തോടെ പുറത്തിറങ്ങി കരഞ്ഞു. ആ കരച്ചിൽ അവൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും ബ്ലെസ്സഡായി തീർന്നു. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ പോരായ്മകൾ ഏറ്റുപറയുവാൻ ദൈവം തമ്പുരാൻ നമ്മളോട് സംസാരിക്കുമ്പോൾ തിരി മെഴുക സംസാരിച്ചതുപോലെ അവിടെ ഉരുകുവാൻ മനസ്സ് വെച്ചാൽ അതിൻ്റെ പ്രകാശം മനോഹരമായി തീരും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ നീ വെളിപ്പെടുത്തുമ്പോൾ ഉരുകുവാനുള്ളൊരു മനസ്സ്, അങ്ങനെ ഞങ്ങൾ ഉരുകുമ്പോൾ അതിൻ്റെ പ്രകാശം മനോഹരമാണല്ലോ. അതിന് നീ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.